നമസ്തേ. എല്ലാവരെയും മഹാഗണപതി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഉപാസനാമൂർത്തികൾ സർവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ മൂർത്തികളുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. കേൾക്കുക. മൂർത്തികൾ പറയുന്നത്, ഇന്നത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഉത്രട്ടാതി നക്ഷത്രം മൂർത്തികൾ പറയുന്നത്, പുരുഷന്മാരുടെ കാര്യം ആദ്യം പറയാം. 19 വയസ്സ് പ്രായമുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇവർ മാനസികമായിട്ട് തകർച്ച ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ദുഃഖിതരാവുകയോ ചെയ്യും. അത് ഒരു വിഷാദ രോഗം പോലെയോ അല്ലെങ്കിൽ മൗനമാകുന്ന അവസ്ഥയോ ഒറ്റപ്പെടൽ വരുന്ന അവസ്ഥയോ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ, അതായത് ഈ 19 വയസ്സ്, 18 മുതൽ 20 വയസ്സ്, അപ്പോൾ ഈ 19 വയസ്സ് പ്രായമുള്ള ആൺകുട്ടികളുള്ള വീട്ടിലുള്ള മാതാപിതാക്കളെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും അവരിലൊരു മിണ്ടാതിരിക്കുകയോ പെട്ടെന്ന് നല്ലോണം മിണ്ടിക്കൊണ്ടിരുന്ന കുട്ടികളെ സംസാരിക്കുന്ന കുറവായിട്ട് വരികയോ ഏകാന്തമായി ഇരിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് വേണ്ട രീതിയിൽ അത് സംസാരിച്ച് അവരുടെ മനസ്സിൻ്റെ പ്രയാസത്തെ മാറ്റിക്കൊടുക്കുക. ആ സമയങ്ങളിൽ ഇവർ ഒരുപക്ഷെ വീട് വിട്ടു പോകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊരു മോശമായ അവസ്ഥയിൽ പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അല്ലാത്ത പക്ഷം അത് കഴിഞ്ഞാൽ ഈ ഉത്രട്ടാതി നക്ഷത്രത്തിന് ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അതായത് ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാകും. 17 മുതലോ അല്ലെങ്കിൽ 19 വയസ്സ് മുതലോ അല്ലെങ്കിൽ 21 വയസ്സ് മുതലോ സ്വന്തമായിട്ട് വരുമാനം, ചെറുതായിരുന്നാലും സ്വന്തമായിട്ടൊരു വരുമാനം അവർ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. എങ്കിലും അവരോട് ഒരു പ്രിയം, എല്ലാവർക്കും ഒരു പരിഗണനയൊക്കെ എല്ലാവരും അവർക്കത് കൊടുത്തിരിക്കും. അങ്ങനെയാണ് കാണുന്നത്. മൂർത്തിയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരുടെ വിവാഹമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. വിവാഹം നല്ലതുപോലെ നോക്കി നടത്തിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നന്നായിട്ട് ആലോചിച്ച് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു പരാജയത്തിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇവർക്കുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഈ ചില സന്ദർഭങ്ങളിൽ ഇവർക്കൊരു വീണ്ടും വിചാരം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ഒരു എടുത്തിയാട്ടക്കാരായിരിക്കും ഇവർ. അതിന് ശേഷമായിരിക്കും അവർ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അതിന് ശരിയായ നിലപാടെടുക്കുന്നതിന് ശേഷമായിരിക്കും. ജീവിതത്തിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉള്ളവരാണെങ്കിൽ കൂടിയും ചില സന്ദർഭങ്ങളിൽ ഇവർ അതിലൊക്കെ പരാജയപ്പെട്ടു പോകുന്ന വ്യക്തികളാണ്. എങ്കിലും ഇവരുടെ ഏകദേശം 27 വയസ്സ് മുതൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. അത് കുറേ കൂടെ മാനസിക പക്വതയിലേക്ക് വരും. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പിന്നെ സംഭവിക്കും. നല്ല ജീവിത നിലവാരം ഉണ്ടാവും. സാമ്പത്തികമായിട്ടൊക്കെ ഉയർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 35, 37 ഈ പ്രായത്തിൽ സ്വന്തമായ ഭവനം അല്ലെങ്കിൽ വാഹനമൊക്കെ സ്വന്തമാകും. പെൺകുട്ടികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പെൺകുട്ടികൾക്കെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കും. പെൺകുട്ടികൾ നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന പെൺകുട്ടികളുണ്ട്. മൂർത്തികൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പെൺകുട്ടികൾക്ക് ഒരു ഉപദേശം മൂർത്തികൾ തരുന്നത്, നന്നായി പഠിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക. എന്തെന്നാൽ ഇവരുടെ ജീവിതത്തിലുടനീളം ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ദുഃഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതിവർ തന്നെ അതിന് പരിഹാരവും കണ്ടെത്തുമെന്നാണ് പറയുന്നത്. ഇവർ ക്ഷേത്രങ്ങളിൽ പോകുന്നതൊക്കെ ഒരു അത് പോകണം. ക്ഷേത്രങ്ങളിൽ പോകുന്നത് ഒരു പതിവാക്കി എടുക്കണം. നിത്യവും പോകണ്ട, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പോകണം. പ്രത്യേകിച്ച് കുടുംബക്ഷേത്രത്തിൽ ഇവർ പോകേണ്ടതാകുന്നു. മൂർത്തിയിൽ പറയുന്നത്, ഈ ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ള പെൺകുട്ടികൾക്ക് 23 വയസ്സാണ് വിവാഹത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം. ഇല്ലെങ്കിൽ 25 വയസ്സാണ്. ഈ 2 വയസ്സ് കഴിഞ്ഞാൽ അവർ വിവാഹം ചെയ്യണമെങ്കിൽ പിന്നെ 29 വയസ്സായിരിക്കും കുറേ കൂടെ ഉത്തമം എന്ന് പറയുന്നത്.
ഇത് കേൾക്കുന്ന 23 വയസ്സ്, 27 വയസ്സ്, 29 വയസ്സ് ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ നിങ്ങളുടെ വിവാഹം നടക്കും. മംഗളകരമായ വിവാഹം തന്നെയായിരിക്കും നടക്കുന്നത്. എങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് മൂർത്തികൾ. വൈവാഹിക ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരാജയത്തിൽ പോകുന്നതായിരിക്കും. സ്വന്തമായി വരുമാനം ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾ തൊഴിൽ തേടുന്ന പെൺകുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തൊഴിൽ ഉടനെ തന്നെ ലഭിക്കും. അതും ഈ പ്രായം, ഞാൻ പറഞ്ഞ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കായിരിക്കും. അതിൽ 23 വയസ്സും ഉൾപ്പെടുന്നുണ്ട്. അവർക്കും കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്നോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റു ദോഷഭാവങ്ങളൊന്നും കാണിക്കുന്നില്ല. ഈ പെൺകുട്ടികൾ, ഉത്തരട്ടാതി പെൺകുട്ടികൾ സർപ്പക്കാവിൽ പോകുന്നത് നന്നായിരിക്കും. പുരുഷൻ വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നത് നന്നായിരിക്കും. വ്യാഴാഴ്ചകൾ തോറും വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ അവർ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ മാതാവ് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഇവരുടെ പേരിൽ വഴിപാടുകൾ നടത്തുന്നത് അത്യുത്തമമാണ്. ദോഷകരമായ കാര്യങ്ങൾ മറ്റും തന്നെ വലുതായിട്ട് മൂർത്തികൾ പറഞ്ഞിട്ടില്ല. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. അത് മൂർത്തികളുടെ അനുഗ്രഹം പറയുന്ന പോലെ ആയിരിക്കും ഞാനും പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഉത്രട്ടാതി നക്ഷത്രമുള്ള ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും മൂർത്തികൾ അനുഗ്രഹിക്കട്ടെ. ഒപ്പം ഇത് കേൾക്കുന്ന മറ്റുള്ളവരെയും മറ്റു നക്ഷത്രക്കാരെയും തീർച്ചയായിട്ടും അനുഗ്രഹിക്കട്ടെ. അടുത്ത പൂജയിൽ വന്നിരിക്കുന്ന പേര് നക്ഷത്രവുമെല്ലാം പറയുന്നതായിരിക്കും. ഇതിൽ ഒരു വ്യക്തി എനിക്ക് ഇന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് അവരുടെ അമ്മയ്ക്ക് വയ്യായിക ഉണ്ട്, അത് ക്യാൻസർ എന്നാണ് പറഞ്ഞത്. അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് ഞാൻ തീർച്ചയായിട്ടും ഇവിടെ പ്രത്യേകമായിട്ട് പൂജ ചെയ്യുന്നതായിരിക്കും, പ്രാർത്ഥനയും ചെയ്യുന്നതായിരിക്കും. അവരുടെ രോഗത്തിന് ഒരു ശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടിയിട്ട്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവരെയും മൂർത്തികൾ അനുഗ്രഹിക്കട്ടെ.